യൂത്ത് കഫേയിലേക്ക് സ്വാഗതം ഡോക്ടർ അമൽ ജ്യോതി. ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടറിനെ യൂത്ത് കഫേയിൽ അതിഥിയായി കിട്ടിയതിൽ. ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ യൂത്ത് കഫേയിൽ പങ്കെടുക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചും അതിൻ്റെ ഒരു തലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടർ ഇവിടെ ആയിരിക്കുന്നതിൽ. ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ അമൽ ജ്യോതി. ഞാൻ കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലിൽ NCD മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. NCD എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നോക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് പെരുവണ്ണാമൂഴിയാണ്. വീട്ടിൽ ഭർത്താവും ഒരു മോളും ഉണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാദറും മദറും ഉണ്ട്. എൻ്റെ സ്വന്തം നാട് കണ്ണൂർ, പരിയാരം. അവിടെ എനിക്ക് ഞങ്ങൾ 5 മക്കളാണ്. അവിടെ 3 ആങ്ങളമാരും ഒരു അനിയത്തിയും. പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മുടെ KCVM പോലുള്ള സംഘടനയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. KCVMന്റെ തലശ്ശേരി അതിരൂപതയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ 2015-16 ഘട്ടം. അതുപോലെ തന്നെ ജീസസ് യൂത്ത് പോലുള്ള സംഘടനയിൽ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷമാണെന്ന് തോന്നുന്നു അല്ലേ പ്രോ ലൈഫ് മിനിസ്ട്രിയിലേക്ക്, ആ ഒരു മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രോ ലൈഫ് മിനിസ്ട്രി ആയിട്ട് അങ്ങോട്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ തോന്നിയൊരു തോന്നൽ, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ ഈ GC യൂത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ GC യൂത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ GC യൂത്തിൽ ഒരുപാട് മിനിസ്ട്രികളുണ്ട്. നമുക്ക് ക്യാമ്പസ് മിനിസ്ട്രി, പിന്നെ ടീൻസ് മിനിസ്ട്രി, അങ്ങനെ ഒരുപാട് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കൂടുതലായും ജീവനുമായിട്ട് അനുബന്ധപ്പെട്ട ഒരു മിനിസ്ട്രിയാണ്. ജീസസ് യൂത്തിൻ്റെ ഒരു മിനിസ്ട്രിയാണ്, ഒരു ഭാഗമാണ് പ്രോ ലൈഫ് മിനിസ്ട്രി. അപ്പം എൻ്റെ ഒരു ഫീൽഡുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്കിതിനോടൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ 5 മക്കളാണ്. അപ്പം ഞാനാണ് ഏറ്റവും മൂത്തത്. അപ്പം ആ ഒരു കൂടുതൽ മക്കളുള്ള ഒരു വീടിൻ്റെ ഒരു സന്തോഷം അനുഭവിച്ച് വളർന്ന ആളാണ്. അപ്പം എനിക്കെപ്പോഴും അതിനോട് കൂടുതൽ മക്കൾ വേണം, ആ ഒരു ഇതിൽ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഈ മിനിസ്ട്രി വന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത്. പ്രോ ലൈഫ് മിനിസ്ട്രി ഇങ്ങനെയുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അങ്ങനെ പിന്നെ എന്തെങ്കിലും ഓറിയന്റേഷൻ, അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളും, അല്ലെ എന്താണ് ഇത് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഇപ്പം കേരളത്തിലെ പ്രോ ലൈഫ് മിനിസ്ട്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മെയിനായിട്ടും ചെറിയ ക്യാമ്പുകൾ, ഒരു 3-4 ദിവസത്തിലുള്ള ക്യാമ്പുകൾ പോലെ സംഘടിപ്പിക്കും. ക്യാമ്പുകൾ എന്ന് വെച്ചാൽ നമുക്കൊരു റിലീജിയസ് ക്ലാസ്സും അങ്ങനെയൊക്കെയാണ്. നമ്മുടെ സഭയുടെ പഠനങ്ങളും ഇതുമായിട്ട് പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, ജീവനുമായിട്ട് ബന്ധപ്പെട്ട സഭയുടെ പഠനങ്ങളും ബൈബിളും ഒക്കെ പഠിപ്പിച്ച് അതുമായിട്ട് പഠിപ്പിക്കും. പിന്നെ റിസോഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ റിസോഴ്സിന് ഉണ്ടാക്കി നമുക്കിങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. പിന്നെ നമ്മൾ എക്സിബിഷൻസ് ഒക്കെ ഇങ്ങനെ കോളേജ് ജീവന്റെ മൂല്യത്തെ പറ്റിയുള്ള ക്ലാസ്സുകളും അങ്ങനെയൊക്കെ. പിന്നെ ഈ എക്സിബിഷനുകളൊക്കെ ഒത്തിരി നടത്താറുണ്ട്. നമ്മളെല്ലാ വർഷവും മലയാറ്റൂർ സീസണിൽ അവിടെ അടിവാരത്തിൽ വലിയൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഒരു സീസണിൽ ഫുള്ള് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പത്രങ്ങളിലും അല്ലാതെയൊക്കെ വായിച്ചും കേട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ ഒത്തിരി കുട്ടികളുള്ളവരെയൊക്കെ ഇപ്പം പ്രോ ലൈഫ് പോലുള്ള മിനിസ്ട്രികളൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ ഇങ്ങനെ ചെറിയൊരു ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ചെറിയ കൂട്ടായ്മകൾ, അങ്ങനത്തെ കൂട്ടായ്മകളൊക്കെ നടത്താറുണ്ട്. അതായത് വലിയ ബിഗ് ഫാമിലീസിനെ വെച്ചിട്ട് കൂടുതൽ മക്കളുള്ള ഫാമിലികളെ കൂട്ടി ഒരു സംഗമം പോലെ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. പിന്നെ നമ്മൾ രൂപതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രൂപതയിൽ നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല രൂപതകളിലും ഇപ്പം പല രീതിയിലാണ്, പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറിന്റെ ലൈഫ് തന്നെ ഇപ്പം പ്രത്യേകിച്ച് ജീസസ് യൂത്തിൽ നിന്ന് പ്രോ ലൈഫ് മിനിസ്ട്രി, അതിനുശേഷം മെഡിക്കൽ ഫീൽഡ്, ഇപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ പ്രോ ലൈഫ് മിനിസ്ട്രി വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഈ ഒരു ജീവന്റെ മൂല്യം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്, പ്രത്യേകിച്ച് ഒരു ഇപ്പോഴത്തെ യൂത്തിനോടൊക്കെ പറയാനുള്ളത്? ജീവന്റെ മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും ജീവനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു 3rd ഇയർ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു MBBS 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം നടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ നീ ഒന്ന് വന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടുകഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായി. നാളെ എക്സാമാണ്, ഇനിയിപ്പോൾ ഇത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര ഒരു ചങ്കിക്കുത്ത് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന കൂട്ടുകാർ പറഞ്ഞു, നീ പോകണ്ട, അവള് വേറൊരു മതത്തിലുള്ള. അപ്പോൾ അവൾ പറഞ്ഞു, നീ പോകണ്ട, വെറുതെ അത്ര സമയം കളയരുത്, വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ്.
പക്ഷേ ഞാൻ എന്തായാലും പോട്ടെ, ഇനിയിപ്പം എക്സാം പൊട്ടിയാലും വേണ്ടല്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പം അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. പിന്നെ ആ സ്ത്രീക്ക് ഒരു ഹാർട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് അധികം സാധാരണ ആളുകൾക്ക് അതിനെപ്പറ്റി വലിയ ഇതുണ്ടാവില്ല. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവർക്ക് എന്തെങ്കിലും പറ്റി പോവോ, മരിച്ചു പോവോ, അങ്ങനത്തെ ഒക്കെ ഒരു പേടിയുണ്ടാവും. അപ്പം ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ അന്ന് പോയി സംസാരിച്ചു അവരോട്. എന്നിട്ട് ഞങ്ങളൊരു പ്രൊഫസറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതിപ്പോൾ അബോർഷൻ ചെയ്താലും പ്രസവിച്ചാലും ഒരേ റിസ്ക് തന്നെയുള്ളത്, അപ്പോൾ അതെന്തായാലും കണ്ടിന്യൂ ചെയ്തു, ഒരു ജീവൻ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മനസ്സോടെ എൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി അവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവരെ അന്നൊരു 2-3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്ക്. ഒരു 9 മാസം വരെ ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ എനിക്കതിൽ ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾക്ക് 6 സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഞാൻ ആ പോയ എക്സാമിനാണ്. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരുന്നു. അയ്യോ ഞാൻ പൊട്ടോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാനവിടെ പ്രവർത്തിച്ചപ്പോൾ ഈശോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫലം എനിക്ക് അവിടെ തന്നു. ജീവന്റെ ഒരു മൂല്യമല്ലേ, അതാണ് ഏറ്റവും വലിയ. പ്രത്യേകിച്ച് മിനിസ്ട്രിയുടെ പ്രോ ലൈഫ് പോലുള്ള മിനിസ്ട്രികളുടെ അത് പ്രത്യേകിച്ച് ഡോക്ടറിന് കൂടുതൽ ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഈ ഒരു ജീവനെ കാത്തു സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ അല്ലെ നമ്മുടെ സബ്ജക്റ്റിന് പോലും. അപ്പം നമ്മൾ ജീവന് വേണ്ടി എന്തുമാത്രം വില കൊടുക്കുന്നു, അതനുസരിച്ചുള്ള കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. തീർച്ചയായും കടന്നു വരും. പിന്നെ നമുക്ക് ഒരുപാട് സഹനങ്ങളും അതിനനുസരിച്ചുണ്ടാവും. കാരണം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് അത്ര ഒരു സപ്പോർട്ട് കിട്ടണം എന്നില്ല. സൊസൈറ്റിയിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടുകാരി അന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് നടന്നു, നീ എന്തായാലും നീ പരീക്ഷയ്ക്ക് പൊട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് സൊസൈറ്റിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടണം എന്നില്ല. അപ്പം ഈ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ കൂടുതൽ ജീവൻ സംരക്ഷിക്കുന്ന ഒരാളായി മാറി കൂടുതൽ നന്മകൾ കൊണ്ട് ജീവനം നിറയ്ക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. യൂത്ത് കഫേയിൽ അതിഥിയായി വന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.